ഇന്നത്തെ ഏറ്റവും പുതിയ മഞ്ഞുമൽ ബോയ്സ് നേട്ടത്തിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ 11 ദിവസങ്ങൾ കൊണ്ട് 95 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിരിക്കുകയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ചിത്രം ഒരൊറ്റ ദിവസം ഇന്നലെ ഞായറാഴ്ചത്തെ വമ്പൻ കളക്ഷൻ കൊണ്ട് മറികടന്ന വിവിധ സിനിമകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു ദിവസം മുന്നേ എല്ലാം തന്നെ 75 കോടിയായിരുന്നു സിനിമയുടെ എസ്റ്റിമേറ്റ് കളക്ഷൻ പ്രകാരം സിനിമ നേടിയെടുത്തതെങ്കിൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊടൂര കളക്ഷൻ ആയിരുന്നു സിനിമ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തത്. ഒരു സർവൈവൽ ത്രില്ലർ സിനിമയുടെ വൻ തരംഗമാണ് തിയേറ്ററുകളിൽ നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം സിനിമ മറികടന്ന വിവിധ സിനിമകളിലേക്കും ജോണറുകളിലേക്കും എല്ലാം തന്നെ വരികയാണെങ്കിൽ ദുൽഖറിന്റെ പാനന്തൻ ഗ്യാങ്സ്റ്റർ മാസ് എന്റർടൈനർ സിനിമയെ കുറിപ്പിന്റെ 81 കോടി കളക്ഷൻ, ഇന്ത്യ മുഴുവൻ കറങ്ങി ചിത്രീകരിച്ച മമ്മൂട്ടിയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കണ്ണൂർ സ്ക്വാഡിന്റെ 82 കോടി വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ, കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ RDX എന്ന മോളിവുഡിലെ യുവതാരനിരയുടെ ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയുടെ 84 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷൻ, ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ക്രിസ്മസ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ വെറും ഒരു കോർട്ട് റൂം ഡ്രാമ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ 85 കോടി കളക്ഷൻ നേടിയെടുത്ത ലാലേട്ടിന്റെ നേരിന്റെ കളക്ഷൻ, ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന അമൽ നീർദ് സംവിധാനം ചെയ്ത സിനിമയുടെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെയാണ് സൗബിൻ ശ്രീനാഥ് ബാസി കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സർവൈവൽ ത്രില്ലർ സിനിമ ഒരൊറ്റ ദിവസം കൊണ്ട് മറികടന്നത്. ഇതിനിടയിൽ തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ കളക്ഷൻ ഉറപ്പാക്കാനായിട്ട് കഴിയാത്ത പ്രേമലോ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ കൂടി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മറികടക്കുകയുണ്ടായി. ഫെബ്രുവരി 22-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ വമ്പൻ തേരോട്ടമാണ് നിലവിൽ തിയേറ്റർ ബോക്സ് ഓഫീസിലെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചത്തെ കളക്ഷനോടെ 100 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മുന്നോട്ടുള്ള പാതയിൽ ഏതെല്ലാം സിനിമകളുടെ ഫൈനൽ കളക്ഷൻ മറികടക്കും, ഒപ്പം തന്നെ ടോപ്പ് ഗ്രോസറായിട്ട് മാറുമോ എന്നൊക്കെയാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ മഞ്ഞുമൽ ബോയ്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.